ഇന്ന് ഇടുക്കിക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കിയിൽ മഞ്ഞും തണുപ്പും ഒക്കെ ഇങ്ങനെ കൂടി വരികയാണ്. ഈ തണുപ്പത്ത് ചൂടോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് സന്ദീപ് രാജാക്കാടാണ് തയ്യാറാക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കണ്ട, നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു കട്ടനൊക്കെ അടിച്ച് നല്ല തണുപ്പുണ്ട്, ഇവിടെ ചെറിയ മഞ്ഞുണ്ട്. അപ്പോൾ ഈ മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളപ്പം ഒരു കട്ടനും അതിൻ്റെ കൂടെ ഒരു ഐറ്റവും കൂടി ഹൈ റേഞ്ചിൻ്റെ എന്താണെന്നല്ലേ നോക്കാം. നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ഷിജു, നമ്മുടെ ഐറ്റത്തിൻ്റെ പേരിന് കട്ടനും കോഴിക്കോട്ടെ. അപ്പം ഹൈ റേഞ്ചിൻ്റെ ഒരു സ്പെഷ്യലാണ് കട്ടൻ കാപ്പിയും കോഴിക്കോട്ടെ. അപ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ റെഡിയാക്കി ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഷിജു ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങയുണ്ടല്ലോ, ഈ തേങ്ങയ്ക്കകത്തേക്ക് ശർക്കര നമുക്ക് അരിഞ്ഞിടാം. ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം ശരിക്കും നന്നായി. ഈ ശർക്കരയും ജീരകവും ഇതെല്ലാം കൂടി ഒന്ന് ശരിക്ക് മിക്സാക്കിയിട്ട് വെക്കണം. കറുക ഇലയാണ്. ഈ കറുക ഇല 2 എണ്ണം ഇങ്ങനെ നുള്ളി ഇവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് കൈ ഒന്ന് കഴുകിയിട്ട് മാവ് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഈ ഉരുട്ടിയെടുത്തത് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കുഴി അങ്ങ് കുത്തണം. ഇതിനെടുത്ത് ഇങ്ങനെ ഇതിനകത്തേക്ക് ചേർത്ത് വെക്കണം. എന്നിട്ട് ഒരു മേമ്പൊടിക്ക് ഈ കറുക ഉണ്ടല്ലോ, കറുക കീറി ഇവിടെ ഇങ്ങനെ വെക്കുക. ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. ഇതിനകത്ത് ശർക്കരയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇവനെ നേരെ ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് വെക്കണം. ഇനി ഇതങ്ങ് മൂടി വെക്കുക. അപ്പോൾ നമ്മൾ വെച്ചിട്ട് കുറേ നേരമായി. ഏറെക്കുറെ ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ തണുത്ത കാറ്റ് കട്ടൻ റെഡിയായി, കോഴിക്കോട്ട് റെഡിയായി. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ടീം വന്നിട്ടുണ്ട് അല്ലേ? എന്താ പേര്? എഡ്വിൻ. ഈ കോഴിക്കോട്ടെ കഴിച്ചിട്ടുണ്ടോ? ഒന്നെടുത്ത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്നത് അതിനെ നമുക്കും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ഗൃഹാതുരത്വം, പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ. പണ്ട് സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ വീട്ടിൽ മമ്മിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരമായിരുന്നു ഇത്, 4 മണി പലഹാരം. അപ്പോൾ എന്തായാലും ഹൈ റേഞ്ചിൻ്റെ ആ പഴയകാല ടേസ്റ്റ് നമ്മൾ വീണ്ടും കണ്ടു. അപ്പോൾ എന്തായിരുന്നാലും കട്ടനും കോഴിക്കോട്ടെയും ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി. വൈകുന്നേരം ഒരു വിഭവം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പോയെങ്കിൽ ഇത് ഉണ്ടാക്കി കാണിച്ചു തരുമെന്ന് സത്യമായി ഞാൻ പ്രതീക്ഷിച്ചില്ല. സന്ദീപ് രാജാക്കാട് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. കാറ്റും കട്ടനും എന്ന് പറഞ്ഞപ്പോൾ കാറ്റും തണുപ്പും അതോടൊപ്പം കട്ടനും കൊഴുക്കട്ടയും എല്ലാം ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട് സന്ദീപ് രാജാക്കാട്.